പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, സമസ്ത 2026 പാദവാർഷിക പരീക്ഷ ഈ മാസം 18-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. ഏതാനും കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെയും നമ്മുടെ മക്കളുടെയും പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഏതുവരെ എത്തിയെന്ന് ചിന്തിക്കാനുള്ള സമയം അടുത്തിരിക്കുകയാണ്. കാരണം എല്ലാ മദ്രസയിലെ ഉസ്താദുമാരും വിദ്യാർത്ഥികളും പരീക്ഷയ്ക്ക് വേണ്ടി ഏറെക്കുറെ തയ്യാറായി കഴിഞ്ഞു. പല മദ്രസകളിലും റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യവും നല്ല മാർക്കോടുകൂടെ, മുഴുവൻ മാർക്കോടുകൂടെ നമ്മുടെ മക്കളെ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിയണം. പരീക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടി വരും, ഏത് രൂപത്തിലാണ് പഠിക്കേണ്ടത്, എത്ര പാഠങ്ങൾ പഠിപ്പിക്കണം, മോഡൽ ചോദ്യങ്ങൾ ഏത് രൂപത്തിലാണ് എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് നല്ല നല്ല വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നഷ്ടമാവാതിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ആദ്യം പരിചയപ്പെടുത്തുന്നത് ലിസാനുൽ ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പൊതുവെ ലിസാൻ എല്ലാവരും ഒരു പ്രയാസമായി കാണുന്ന വിഷയമാണ്. വളരെ എളുപ്പമുള്ള വിഷയമാണ് ലിസാൻ. രക്ഷിതാക്കളായ നമ്മളും കുട്ടികളും ചെറിയ പോയിന്റുകൾ മാത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ലിസാൻ കൈകാര്യം ചെയ്യാനും 100% മാർക്ക് നേടാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആദ്യം നമുക്ക് ലിസാൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പർ പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, നസിലു ബിൽ മുനാസിബി, യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ്. 4 ചിത്രങ്ങൾ നമ്മൾ കാണുന്നില്ലേ? മാങ്ങയുണ്ട്, പിടക്കോഴിയുണ്ട്, പൂവൻ കോഴിയല്ല പിടക്കോഴിയാണ്, മുയലുണ്ട്, അണ്ണാനുണ്ട്. 4 ചിത്രങ്ങൾ. 4 ചിത്രത്തിലും നിങ്ങൾക്കൊരു റൗണ്ട് കാണാൻ കഴിയും. അതുപോലെ തന്നെ അർണബുൻ, സിഞ്ചാബുൻ, ദജാജത്തുൻ, മാഞ്ച എന്നിങ്ങനെ 4 അറബി പദങ്ങളുണ്ട്. അതിനും റൗണ്ട് നൽകിയിട്ടുണ്ട്. ചിത്രത്തിൽ നിന്ന് ആ ചിത്രത്തിനോട് യോജിച്ച പേരേതാണോ ആ പേരിലേക്ക് നമ്മൾ വരച്ചു കൊടുക്കണം. ഇതാണ് ചോദ്യം. ആദ്യം മാങ്ങയാണ്. മാങ്ങക്ക് നമ്മൾ എന്താണ് അറബിയിൽ പഠിച്ചത്? മാഞ്ച എന്നാണ്. അപ്പോൾ മാങ്ങയിൽ നിന്ന് മാഞ്ചയിലേക്ക് നമ്മളൊന്ന് വരച്ചു കൊടുക്കുക. ശേഷം കാണുന്നത് പിടക്കോഴിയാണ്. പിടക്കോഴിക്ക് നമ്മൾ പഠിച്ചത് ദജാജത്തുൻ എന്നാണ്. അതും വരച്ചു കൊടുക്കുക. പിന്നെ മുയലിൻ്റെ ചിത്രമാണ്. മുയലിൻ്റെ ചിത്രം, അതിൻ്റെ പേരെല്ലാവർക്കും അറിയാം, അർണബുൻ എന്നാണ്. അണ്ണാൻ എന്താണ് പറയുക? സിഞ്ചാബുൻ. അപ്പോൾ സിഞ്ചാബിൽ നിന്ന് അണ്ണാനിലേക്ക് നമ്മൾ വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ഈ ഒരു പ്രവർത്തനം പൂർത്തിയാക്കേണ്ടത്. ഇതുപോലത്തെ യോജിപ്പിക്കാനുള്ള ഒരു ചോദ്യം ഉറപ്പായും നമുക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ഇങ്ങനെ യോജിപ്പിക്കാനായിരിക്കും, ചിലപ്പോൾ ചിത്രം കൊടുത്തതിൻ്റെ പേരെഴുതാനായിരിക്കും. അതുകൊണ്ട് പാഠഭാഗത്തിൽ വന്ന പ്രധാനപ്പെട്ട ജീവികളുടെ, വസ്തുക്കളുടെ ഒക്കെ പേരുകൾ കുട്ടികളെ രക്ഷിതാക്കളായ നമ്മൾ നിർബന്ധമായും പഠിപ്പിച്ചിരിക്കണം. അവരുടെ ഓർമ്മയിലുണ്ടോ എന്ന് പ്രത്യേകമായി നമ്മൾ പരിശോധിക്കണം. എന്നാൽ ഒരു ടെൻഷനും വേണ്ട, അവർക്ക് ഈ ഒരു ചോദ്യത്തിൽ മുഴുവൻ മാർക്കും വാങ്ങാൻ കഴിയും. പാദവാർഷിക പരീക്ഷയാണ്, വലിയ ടഫൊന്നും ഉണ്ടാവില്ല, വളരെ എളുപ്പത്തിലായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഇതുപോലത്തെ ഒരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം വായിക്കാം. നഖ്താറു വനക്തുബു, തിരഞ്ഞെടുക്കാം, എഴുതാം എന്ന ചോദ്യമാണ്. ബ്രാക്കറ്റ് ഒന്ന് വായിക്കാം. ബാബുൻ, ഷജറത്തുൻ, കുർസിയുൻ, സയ്യാറത്തുൻ, ബിൻതുൻ, ദീക്കുൻ, ഇബ്നുൻ, ദജാജത്തുൻ എന്നിങ്ങനെ 8 പദങ്ങളുണ്ട്. താഴെ ഹാദ, ഹാദിഹി എന്ന് നൽകിയിട്ടുള്ള 2 കോളങ്ങളുണ്ട്. യോജിച്ചത് നമ്മൾ ഹാദയോട് യോജിച്ച് ചേർത്ത് എഴുതാൻ പറ്റുന്നത് ഹാദയുടെ കള്ളിയിലും, ആദിഹിയോട് ചേർത്ത് യോജിപ്പിച്ച് എഴുതാൻ പറ്റുന്നത് ആദിഹിയുടെ കള്ളിയിലും എഴുതുക എന്നതാണ് ചോദ്യം. ഇവിടെ രക്ഷിതാക്കളായ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹാദ എന്ന് പറഞ്ഞാലും ആദിഹി എന്ന് പറഞ്ഞാലും ഇത് എന്ന് തന്നെയാണ് അർത്ഥം. രണ്ടിൻ്റെയും അർത്ഥം ഇത് എന്ന് തന്നെയാണ്. അതിൽ ഹാദ ഉപയോഗിക്കുന്നത് പുരുഷ വർഗത്തിന് വേണ്ടിയിട്ടാണ്, ഹാദിഹി ഉപയോഗിക്കുന്നത് സ്ത്രീ വർഗത്തിന് വേണ്ടിയാണ്. ഇങ്ങനെ ഒരു ചോദ്യം 100% നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം. വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് മാർക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അതിനു മുമ്പ് തന്നെ പാഠഭാഗത്തിലെ ഇതുപോലത്തെ പദങ്ങൾ ഉപയോഗപ്പെടുത്തി കുട്ടികൾ പഠിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു, ഹാദക്കും ഹാദിഹിക്കും ഒരേ അർത്ഥമാണ്, ഇത് എന്നുള്ള അർത്ഥം തന്നെയാണ്. ആദ്യം നമ്മൾ ഹാദിഹി പരിശോധിക്കാം. ആദിഹിയിൽ കോളത്തിൽ ഏതൊക്കെയാണ് വരിക? നമ്മൾ പറഞ്ഞു, സ്ത്രീ വർഗത്തിൽ വരുന്ന പദങ്ങൾ മാത്രമാണ് ഹാദിഹിയിൽ എഴുതേണ്ടത്. സ്ത്രീ വർഗത്തിന് പ്രത്യേകമായി അറബിയിൽ അടയാളമുണ്ട്, കുട്ടികൾക്കതറിയാം. പദത്തിൻ്റെ അവസാനത്തിൽ ഒരു ഹാ താ വരികയാണെങ്കിൽ
ഹാത്താവ് നിങ്ങൾക്കിവിടെ ഷജറത്തുൻ എന്നുള്ളതിൽ കാണാൻ കഴിയും, സയ്യാറത്തുൻ എന്നുള്ളതിൽ കാണാൻ കഴിയും, ദജാജത്തുൻ എന്നുള്ളതിലും കാണാൻ കഴിയും. ഇങ്ങനെ അവസാനത്തിൽ ഹാത്താവ് വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ ആലോചിച്ചിരിക്കേണ്ട ഒരാവശ്യവുമില്ല. അത് സ്ത്രീ വർഗത്തിൻ്റെ മേൽ അറിയിക്കുന്ന പദമാണ്. കാരണം സ്ത്രീകൾക്ക് മാത്രമായി വരുന്ന അടയാളമായ ഹാത്താവ് അതിലുണ്ട്. അതുകൊണ്ട് അത് സ്ത്രീലിംഗം സ്ത്രീവർഗത്തിന് വേണ്ടിയുള്ളതാണ്. ഹാദിഹിയിൽ ആ പദങ്ങളെല്ലാം നമ്മൾ എഴുതണം. എന്നാൽ ഇതിനോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സ്ത്രീവർഗത്തിൻ്റെ മേൽ അറിയിക്കുന്ന എല്ലാ പദത്തിലും താ വരും എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കരുത്. സ്ത്രീവർഗം താ ഇല്ലാതെയും വരാം. താ വന്നു കഴിഞ്ഞാൽ അത് ഉറപ്പായും സ്ത്രീവർഗത്തിനാണ് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി താ ഇല്ലാത്ത സ്ത്രീവർഗത്തിൻ്റെ മേൽ അറിയിക്കുന്ന പദങ്ങളും വരാറുണ്ട്. ഇവിടെ അങ്ങനെ ഒരു പദമുണ്ട്, ബിൻതുൻ എന്നുള്ളത്. ബിൻതുൻ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം പെൺകുട്ടി വരുന്നത് സ്ത്രീവർഗത്തിലാണ്. അതിൽ നമ്മൾ ഈ പറഞ്ഞ ഹാത്ത ഇല്ല, മറ്റൊരു താ ആണ് അതിലുള്ളത്. അതുകൊണ്ട് ഹാത്ത ഉള്ളത് മാത്രമേ സ്ത്രീവർഗം ഉണ്ടാവൂ എന്ന് മനസ്സിലാക്കി വെക്കരുത്. അതിന് നമ്മൾ നമ്മുടെ പാഠഭാഗത്തിൽ വന്ന വാക്കുകളുടെ അർത്ഥങ്ങൾ കൂടെ പഠിച്ചിരിക്കണം. കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചിരിക്കണം. എന്നാൽ മാത്രമേ ഇതുപോലത്തെ പദങ്ങൾ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ താഹുള്ളത് അവർക്ക് വേഗത്തിൽ എഴുതാൻ കഴിയും. പക്ഷേ താ ഇല്ലാതെ വരുന്ന സ്ത്രീവർഗത്തിന് മേൽ അറിയിക്കുന്ന ഇതുപോലത്തെ പദങ്ങൾ അവർക്ക് കൺഫ്യൂഷനായി പോകും. അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചിരിക്കണം എന്നത്. ഇനി നമുക്ക് ഹാദിഹിയുടെ കളിയിൽ വരുന്നത് ഒന്നുകൂടെ വായിച്ചു നോക്കാം. ഒന്നാമത്തത് ഷജറത്തുൻ, മരം എന്നുള്ളതാണ്. ഷജറത്തുൻ വരാൻ കാരണം അതിൽ താ ഉണ്ട്. രണ്ടാമത്തത് സയ്യാറത്തുൻ, കാർ എന്നുള്ളത്, അതിലും താ ഉണ്ട്. മൂന്നാമത്തത് ബിൻതുൻ, പെൺകുട്ടി. പെൺകുട്ടി പെൺവർഗമായതുകൊണ്ട് തന്നെയാണ് ഹാദിഹിയിൽ വന്നിട്ടുള്ളത്. ഇനി ദജാജത്തുൻ, അതിലും താ ഉണ്ട്. അതിൻ്റെ അർത്ഥം പിടക്കോഴിയാണ്, പെൺകോഴിയാണ്. ഇതൊക്കെയാണ് ഹാദിഹിയുടെ കളിയിൽ വരുന്നത്. ഇനി വേഗം തന്നെ ഹാദ കളി നമുക്ക് വേഗത്തിൽ പൂർത്തിയാക്കാം. ബാബുൻ, വാതിൽ, അതിൽ താ ഇല്ല. കുർസിയുൻ, കസേര, അതിലും താ ഇല്ല. ദീക്കുൻ, പൂവൻ കോഴിയാണ്, അതിലും താ ഇല്ല. ഇബിനുൻ എന്ന് പറഞ്ഞാൽ മകനാണ്, മകളല്ല. മകൻ ആൺവർഗമാണ്. അതുകൊണ്ട് ഇബിന് ഹാദയിലാണ് വരുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കുട്ടികളെ നന്നായി പഠിപ്പിക്കുക. അവർക്ക് കൃത്യമായി മനസ്സിലാവും. ഇതുപോലത്തെ ചോദ്യം വന്നാൽ ഒരു മാർക്കും നഷ്ടപ്പെടില്ല. ഇനി നമുക്ക് വായിക്കാനുള്ളത് മൂന്നാമത്തതാണ്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. നമുക്ക് വേഗം വായിച്ചു പോകാം. അജിബ നസിലത്തിൽ ആത്തിയ, താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ചോദ്യം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ താഴെ അതിൻ്റെ ഉത്തരമായി വരുന്ന ചിത്രവും കൊടുത്തിട്ടുണ്ട്. ആ ഉത്തരം ഇനി അറബിയിൽ പൂർത്തിയാക്കി എഴുതാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മാ ഹാദ, ഇത് എന്താകുന്നു. മാ എന്ന് പറഞ്ഞാൽ എന്താകുന്നു എന്നതാണല്ലോ അതിൻ്റെ അർത്ഥം. ഇതെന്താകുന്നു എന്ന് ചോദിച്ചിട്ട് അവിടെ കിതാബ്, പുസ്തകത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. വളരെ എളുപ്പമാണ് അതിൻ്റെ ഉത്തരം എഴുതാൻ. ഹാദ കിതാബുൻ, ഇത് പുസ്തകമാകുന്നു. ഇനി മാ ഹാദിഹി, ഹാദിഹി ആണ്, ഇതല്ല. അപ്പോൾ അത് സ്ത്രീവർഗമാണെന്ന് നമുക്ക് മനസ്സിലായി. മാത്രമല്ല അത് എഴുതുമ്പോൾ അതിൽ താ ഉണ്ടാകും എന്നും മനസ്സിലായി. മാ ഹാദിഹി, ഇതെന്താകുന്നു. ഹാദിഹി സഹ്റത്തുൻ, ഇത് പൂവാകുന്നു. ഇനി മാ ഹാദ, എന്നിട്ട് അവിടെ വീടിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. വീടിന് എല്ലാവർക്കും അറിയുന്നതാണ്, ബൈത്തുൻ എന്നാണ് അതിന് പറയുക. ഹാദ ബൈത്തുൻ. ഇനി മാ ഹാദ എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ താഴെ പൂവൻ കോഴിയെ കൊടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരം എഴുതാം. ഹാദ ദീക്കുൻ. ഹാദ കൊടുക്കാൻ കാരണം പൂവൻ കോഴി ആൺവർഗമായതുകൊണ്ടാണ് ഹാദ ദീക്കുൻ എന്ന് എഴുതി കൊടുക്കുക. ഇതുപോലത്തെ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ പാഠഭാഗത്തിൽ വന്ന പദങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് മറ്റുള്ള ചോദ്യങ്ങൾ കൂടെ കുട്ടികളോട് നമ്മൾ ചോദിച്ച് ഇതുപോലത്തെ പ്രവർത്തനങ്ങൾ നന്നായി പരിശീലിപ്പിക്കുക. ഇനി നാലാമത്തത് കമ്മിലിൽ ഫറാ അൻത അൻതി. അൻത അൻതി ഉപയോഗിച്ച് വിട്ടഭാഗം പൂരിപ്പിക്കാനാണ്. ഉദാഹരണമായി അന ഉസ്താദുൻ, ഞാൻ അധ്യാപകനാകുന്നു എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇബിനുൻ, ആൺകുട്ടി അല്ലെങ്കിൽ മകൻ എന്നും അർത്ഥമുണ്ട്. ബിൻതുൻ, പെൺകുട്ടി അല്ലെങ്കിൽ മകൾ. ഈ രണ്ട് വാക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനോട് അൻത അൻതി എന്നുള്ളത് യോജിപ്പിക്കണം. നമുക്കറിയാം അൻത എന്ന് പറഞ്ഞാലും അൻതി എന്ന് പറഞ്ഞാലും നീ എന്ന് തന്നെയാണ് അർത്ഥം. രണ്ടിനും ഒരേ അർത്ഥമാണ്. പിന്നെ എന്താണ് വ്യത്യാസം? അൻത എന്നുള്ളത് ഫതഹായതുകൊണ്ട് ആൺവർഗത്തിനുള്ളതാണ്. അൻതി എന്നുള്ളത് കെസറാണ്, അത് പെൺവർഗത്തിനുള്ളതാണ്.
ഇബ്നുൻ എന്ന് പറഞ്ഞാൽ മകനാണ്, അതുകൊണ്ട് അവൻ ആണാണ്. അപ്പോൾ അൻത ഇബ്നുൻ. ബിൻതുൻ എന്ന് പറഞ്ഞാൽ മകളാണ്, അതുകൊണ്ട് അൻതി ബിൻതുൻ എന്നാണ് പറയേണ്ടത്. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതുപോലത്തെ മറ്റു ചോദ്യങ്ങൾ കൂടെ കുട്ടികളോട് ചോദിക്കുക. അവർക്ക് ഇതുപോലത്തെ ചോദ്യങ്ങൾ എളുപ്പമാകട്ടെ. ഇനി അഞ്ചാമത്തത് സമീൽ അഷിയ താലിയ, താഴെയുള്ള ചിത്രങ്ങളുടെ പേരുകൾ എഴുതാനാണ്. കുട്ടികൾക്ക് വളരെ എളുപ്പമുള്ളതായിരിക്കും. വാഴപ്പഴം, മൗസുൻ, അതുപോലെ തന്നെ കൈതച്ചക്ക, അനാനാസുൻ, പൂച്ച, ഹിറത്തുൻ, പിന്നെ പേന കൊടുത്തിട്ടുണ്ട്, കലമുൻ. ഇതുപോലത്തെ മറ്റു ചിത്രങ്ങളുടെ പേരുകൾ കുട്ടികളോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ചോദ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് വേഗം കൈകാര്യം ചെയ്യാൻ കഴിയും. ഇനി ആറാമത്തത് നുതർജിമു, പരിഭാഷപ്പെടുത്താനാണ്. അതിൻ്റെ അർത്ഥം അറബി മലയാളത്തിൽ എഴുതാനാണ്. ഒരിക്കലും തന്നെ മലയാളത്തിൽ എഴുതരുത് എന്ന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. മലയാളത്തിൽ എഴുതിയാൽ മാർക്ക് കിട്ടില്ല. അന സഹ്റത്തുൻ, അന എന്ന് പറഞ്ഞാൽ ഞാൻ, സഹ്റത്തുൻ പൂവാകുന്നു. ഹാദാ ഇത് മാഞ്ച, ഇത് മാങ്ങയാകുന്നു. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് ഏഴാമത്തത് നുഅരിബു, അറബിയാക്കാനാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായി വരുന്ന ചോദ്യമാണ്. നീ ആൺകുട്ടിയാണ്. നീ എന്നുള്ളത് നമ്മൾ പഠിച്ചു, അൻതയാണ്. അൻതി എന്ന് പറഞ്ഞാൽ നീയാണ്, പക്ഷേ അത് സ്ത്രീകൾക്കുള്ളതാണ്. അപ്പം നീ ആൺകുട്ടിയാണ്, അൻത ഇബ്നുൻ എന്നാണ്. ഞാൻ വിദ്യാർത്ഥിയാണ്, അന ദാരിസുൻ. അന ദാരിസത്തുൻ, ഞാൻ വിദ്യാർത്ഥിനിയാണ് എന്നുള്ളത് നമ്മളെ പാഠപുസ്തകത്തിലുണ്ട്. അപ്പം ഞാൻ വിദ്യാർത്ഥിയാണ് എന്ന് പറയുമ്പോൾ അന ദാരിസുൻ. ഈ രൂപത്തിലൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ ലിസാനിലും മുഴുവൻ മാർക്കും നേടിക്കൊടുക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ല നല്ല മോഡൽ ചോദ്യപേപ്പർ പരിചയപ്പെടുത്തുന്ന ഉപകാരപ്രദമായ വീഡിയോകൾ ഇനിയും വരാനുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തു വെക്കുക, നഷ്ടമാവാതിരിക്കട്ടെ.